നോമ്പുകാലത്ത് വിശ്വാസികളെ വെറുതെ ചിരിപ്പിക്കുവാൻ ഓർത്തഡോക്സ് സഭ. വലിയ നോമ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പള്ളി കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ചാകരയാണ്. വിശ്വാസികളുടെ വയറ്റിൽ വിശപ്പിൻ്റെ ചൂളം വിളിയും നൈറ്റ് തൊഴിലാളികളുടെ പോക്കറ്റിൽ കാശിൻ്റെ മണികിലുക്കവും. അനുതാപത്തോടെ എന്നാൽ കൊലയോടെ അറുത്തെടുക്കുക എന്നതാണ് ഞങ്ങളുടെ കാലാകാലങ്ങളായുള്ള താരിപ്പ്. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ പേര് പറഞ്ഞ് പരമാവധി വിശ്വാസികളെ പള്ളികളിലേക്ക് അടുപ്പിച്ച് പരമാവധി ഊറ്റുക എന്നതിലുപരി എന്തെങ്കിലും ഒരു മാനസാന്തരം, ഒരു മാറ്റം വിശ്വാസികൾക്ക് ഈ അനുഷ്ഠാനങ്ങൾ കൊണ്ട് ഇത്രയും കാലമായി ഉണ്ടായിട്ടുണ്ടോ എന്ന് എല്ലാവരും സ്വയമേ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ ആധുനിക കാലത്ത് പഴമയെ നിലനിർത്തി പുതുമയുള്ള എന്തെങ്കിലും കൂടി ഹൈലൈറ്റായി ഉണ്ടെങ്കിലേ ഒരു PR വാല്യൂ കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയാണ് ഞങ്ങളുടെ സഭ ഇക്കൊല്ലം പരിസ്ഥിതിയിൽ കയറിപ്പിടിച്ചത്. പ്രച്ഛന്നവേഷ മത്സരത്തിനും ഘോഷയാത്രയ്ക്ക് ഫ്ലോട്ട് കൊണ്ടുപോകുമ്പോഴും മാത്രമല്ല പരിസ്ഥിതി വിഷയങ്ങൾക്ക് ഡിമാൻഡുള്ളത്. കൂദാശ കച്ചവടത്തിനും ഇത് ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് ഞങ്ങളുടെ പള്ളി മുതലാളിമാർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മലയാള മനോരമയിൽ ഹരിത നോമ്പ് എന്ന ആശയത്തിന് 2 കോളം സ്പേസ് 5 നയാ പൈസ കൊടുക്കാതെ കിട്ടിയത്. മലയാള മനോരമയിൽ ഇത്രയും സ്പേസ് ഓൾ എഡിഷനിൽ കിട്ടണമെങ്കിൽ ഒരു 10 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം. ആശയത്തിൻ്റെ മികവ് കൊണ്ട് ഇതും സൗജന്യ വാർത്തയായി. ഞാനിനി ആ വാർത്തയൊന്ന് വായിക്കാം. ഹരിത നോമ്പിന് ആഹ്വാനം ചെയ്ത് ഓർത്തഡോക്സ് സഭ. കോട്ടയം പ്രകൃതി സംരക്ഷണത്തിൻ്റെയും പരിസ്ഥിതി സൗഹൃദ ജീവിതത്തിൻ്റെയും ഭാഗമായി ഈ വർഷത്തെ 50 നോമ്പ് ഹരിത നോമ്പായി ആചരിക്കുവാൻ മലങ്കര ഓർത്തഡോക്സ് സഭ ഒരുങ്ങുന്നു. നോമ്പും ഉപവാസവും വ്യക്തിഗത ആത്മീയ പോഷണത്തിനും മാത്രമല്ല, പ്രകൃതിയോടും സർവ്വ ജീവജാലങ്ങളോടുമുള്ള സമീപനത്തിലും മാറ്റം ഉണ്ടാകുന്നതാവണമെന്നും സഭയുടെ ഇക്കോളജിക്കൽ കമ്മീഷൻ പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ ദിവനാസിയോസ് പറഞ്ഞു. നോമ്പിലെ 7 ആഴ്ചകളിലേക്കും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്ര ആശയവും അത് നടപ്പിൽ വരുത്തുന്നതിനുള്ള പ്രവർത്തന മാർഗനിർദ്ദേശങ്ങളും അടങ്ങുന്ന വിശദ വിവരങ്ങൾ ഇടവകതലത്തിൽ വിശ്വാസികൾക്ക് ലഭ്യമാകും. വലിയ നോമ്പിൻ്റെ ആരംഭ ദിവസം കല്ലട സെയിൻറ്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ഹരിത നോമ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഇത് വായിക്കുമ്പോൾ വളരെ നല്ല ആശയമെന്ന് ആദ്യം തോന്നുമെങ്കിലും എൻ്റെ സഭയുടെ മുതലാളിമാരോട് ഒരു സഭാംഗം എന്ന നിലയിൽ എനിക്ക് ചില ആശയങ്ങൾ പങ്കുവയ്ക്കുവാനുണ്ട്. ഇതൊക്കെ പ്രാവർത്തികമാക്കുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായി നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തോട്, പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളോട്, സമൂഹത്തോട് ചില ഉത്തരവാദിത്തങ്ങൾ, കടമകൾ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ, അവയൊന്നും ചെയ്യാതെ ഈ വക പെരിഫറലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ, ചെയ്താൽ ഞാനടക്കമുള്ള വിശ്വാസികൾ ചിരിക്കും. നമ്മുടെ വാക്കിനും പ്രവൃത്തിക്കും ഒരു വ്യവസ്ഥ വേണം എന്നുള്ളതാണ് പ്രാഥമിക കാര്യം. ഉപദേശവും ഊഞ്ഞാലാട്ടും രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട എന്നർത്ഥം. ഇനി നമുക്ക് ഒന്നൊന്നായി തുടങ്ങാം. നമ്മുടെ സഭാധ്യക്ഷനും മെത്രാന്മാരും പാതിരികളും പ്രകൃതിക്കിണങ്ങുന്ന തദ്ദേശീയമായ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കർത്താവിനെ ഒന്ന് നോക്കിക്കേ, എത്ര ലളിതമായി ആയിരുന്നു ആ വസ്ത്രധാരണം. നിങ്ങളുടെ ഈ പൂച്ചാണ്ടി വേഷം കാണുമ്പോൾ സത്യത്തിൽ പേടിയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ ലളിതമായ വസ്ത്രം ധരിച്ചാൽ സ്വല്പം കാറ്റൊക്കെ കയറി ഭദ്രാസനം നന്നാകും, റേഡിയേറ്റർ തണുക്കും. അമ്മച്ചി, ആ അപ്പാപ്പൻ എന്നാ കോപ്പ ഇട്ടുകൊണ്ട് പോകുന്നേ എന്ന് കൊച്ചുമക്കൾ പേടിച്ച് ചോദിക്കുകയില്ല. അതുപോലെ കടിച്ചാൽ പൊട്ടാത്ത പേരുകൾ മാറ്റി നല്ല അപ്പനും അമ്മയും ഒക്കെ ഇട്ട ആ പേരുകൾ സ്വീകരിക്കുക. നിങ്ങൾ സ്വയം പരിശുദ്ധനെന്നും മാറെന്നും റവറൻഡ് ഹിസ് ഗ്രേസ് എന്നൊക്കെ പേരിന് മുന്നിൽ ചേർത്ത് നാട്ടിലിറങ്ങി തരവഴികൾ കാണിച്ച് നടന്നാൽ ദാണ്ട പോകുന്നു ഒരു പരിശുദ്ധ നാറി എന്ന് നാട്ടുകാർ പറയും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശമോൻ റമ്പാൻ എന്ന 80-കാരനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ FIR-ൽ പേര് ഇപ്രകാരമായിരുന്നു: വെരി റവറൻഡ് ശമുവേൽ റമ്പാൻ. നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുവാൻ പോയത് അളിഞ്ഞ പള്ളികളിലേക്കായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക. കുന്നിൻ മുകളിലേക്കും നദിക്കരയിലേക്കുമൊക്കെ ആയിരുന്നു. പാറയും പൊട്ടിച്ച് മണലും കവർന്ന് മരവും വെട്ടി വലിയ കോൺക്രീറ്റ് കൊട്ടാരങ്ങൾ ഉണ്ടാക്കി പള്ളി പണിയുവാൻ ആരാണ് പള്ളി തന്തന്മാരെ നിങ്ങളോട് പറഞ്ഞത്? ഏതു വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇപ്രകാരം ചെയ്തത്? ലോകത്തിലെ ഏറ്റവും മനോഹരമായ സലോമോന്റെ ദേവാലയത്തിന് എന്ത് സംഭവിച്ചു? യെരുശലേം ദേവാലയത്തിനൊടുവിൽ എന്ത് സംഭവിച്ചു? എന്നിട്ടും നീയൊക്കെ പാഠം പഠിക്കാതെ ഞങ്ങളുടെ അപ്പനപ്പന്മാരെ പറ്റിച്ച് അവരെ കൊണ്ട് സ്ഥലവും മേടിപ്പിച്ച് പള്ളിയും പണിയിച്ച് അവസാനം അതെല്ലാം മെത്രാൻ്റെ പേരിലാക്കി. ഞങ്ങൾ വെറും കൂടി നടപ്പുകാരായി മാറി. മാസാമാസം ഞങ്ങൾ മെത്രാന് കപ്പം തരണം, ചത്താൽ കുഴിച്ചിടുവാൻ നീയൊക്കെ പറയുന്ന പണം തരണം, വന്ന് കൂതാശിക്കുവാനും പണം വേണം. ഇതിനല്ലേ മെത്രാനെ വലിപ്പീര് എന്ന് നാടൻ ഭാഷയിൽ പറയുന്നത്.
ഇതെല്ലാം കാണിച്ചിട്ട് നമുക്ക് പ്രകൃതി സൗഹാർദ്ദമായി നമുക്ക് നോമ്പുകാലത്ത് ഒലത്താമെന്ന്. അതുപോലെ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന തദ്ദേശീയരായ നാരായണൻ്റെയും കേശവൻ്റെയും ചിണ്ടൻ്റെയും ചിരുതയുടെയും ഒക്കെ മക്കളായിരുന്നു നമ്മുടെ പൂർവികർ. യെരുശലേമിൽ നിന്ന് വന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടോ ഈ നാട്ടിൽ? സഭാധ്യക്ഷന്മാരുടെ മുഖത്തെ ആ തേജസ് കണ്ടാൽ തന്നെ നമുക്കിതെല്ലാം മനസ്സിലാകും. മുലക്കരം കൊടുക്കുവാൻ മടിച്ചും ജാതിപറി സഹിക്കാൻ വയ്യാതെയും മതം മാറി മാമോദിസ മുങ്ങി ക്രിസ്ത്യാനികളായപ്പോൾ അവരുടെ പിന്മുറക്കാരായ നിങ്ങൾ ഒരു കളറുള്ള നൈറ്റി ഇട്ടപ്പോൾ, ഒരു വളഞ്ഞ വടി കൈയിൽ പിടിച്ചപ്പോൾ എങ്ങനെ തിരുമേനികളായി? നമ്മുടെ തിരുമേനി പൊന്നുതമ്പുരാനായ ആ ക്രിസ്തു അല്ലേ? അവനൊരു ഷർട്ട് പോലും ഇല്ലാത്ത സ്ഥിതിക്ക് നിനക്കൊക്കെ ഈ പൂച്ചാണ്ടി ഡ്രസ്സിൻ്റെ ആവശ്യമുണ്ടോ മെത്രാന്മാരെ? ഉള്ളിലെ ജീർണതകൾ മറയ്ക്കുവാൻ, കപടതകൾക്ക് മാസ്ക് ഇടുവാൻ, കർട്ടൻ ഇടുവാൻ ഒരു അയഞ്ഞ നൈറ്റി, അതൂരിയാൽ പോയി. പ്രകൃതിയോട് നിങ്ങൾ ആദ്യം ഇണങ്ങുക. വിശ്വാസികൾ പ്രകൃതി വിരുദ്ധരല്ല. നമ്മുടെ സ്വാമിമാർ പോകുന്നത് പോലെ ഒരു കോണകം മതി നിങ്ങൾക്ക്. ലാളിത്യം കോണകത്തിൽ നിന്നും ആരംഭിക്കട്ടെ, വിപ്ലവം കോണകത്തിൽ നിന്ന് തന്നെ ഉടലെടുക്കട്ടെ. അതുപോലെ മെത്രാന്മാർ പ്രകൃതി വിരുദ്ധ ജീവിതം അവസാനിപ്പിക്കുക. കർത്താവ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് സന്യാസം വേണമെന്ന്? അതൊക്കെ പോട്ടെ, ഈ പൗരോഹിത്യത്തെ തന്നെ കർത്താവ് എടുത്ത് ദൂരെ കളഞ്ഞതല്ലേ? നിങ്ങൾ പെണ്ണും കെട്ടാതെ നടന്ന് റേഡിയേറ്റർ ചൂടായി എന്തൊക്കെ തരവഴികളാണ് ഈ നാട്ടിൽ കാണിച്ചു കൂട്ടുന്നത്. ഓടുന്ന സ്കോർപിയോ ജീപ്പിൻ്റെ ഡ്രൈവറുടെ മടിയിൽ കിടന്ന് വേണ്ടതിനും കാണിച്ചാണ്, ഡ്രൈവറുടെ നിയന്ത്രണം വിട്ടാണ് ജീപ്പ് പോയി ബസ്സിലിടിച്ച് ഇടുക്കി മെത്രാൻ മരിച്ചത്. ആശുപത്രിയിലെത്തിക്കുമ്പോൾ മെത്രാൻ്റെ വായിൽ സെമനായിരുന്നു എന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൻ്റെ കോപ്പി ഈ ഉള്ളവൻ്റെ കയ്യിലുണ്ട്. അവൻ്റെ ഓർമ്മ പെരുന്നാളിനും തീർത്ഥാടനം പദയാത്ര പോകുന്നതൊക്കെ ഒന്ന് കാണണം. ഇന്ന് സഭയിലുള്ള 90% മെത്രാന്മാർക്കും അവിഹിത ബന്ധം ഉണ്ടെന്നും അതിൽ 25% പേർക്കും അവിഹിതത്തിൽ മക്കളുണ്ടെന്നും പറഞ്ഞാൽ എതിർക്കുവാൻ ഉറപ്പുള്ളവന്മാരുണ്ടെങ്കിൽ അവർ എന്നെ ചലഞ്ച് ചെയ്യുക. പെണ്ണ് കെട്ടി ചെലവിന് കൊടുത്ത് മക്കളുണ്ടാക്കി അവരെ വളർത്തി അതിനൊപ്പം കൂതാശിച്ചാൽ കൂതാശയാകില്ലേ? ഷണ്ടന്മാരുടെയും മച്ചന്മാരുടെയും പ്രകൃതിവിരുദ്ധന്മാരുടെയും പ്രാർത്ഥന മാത്രം കേൾക്കുന്നവനാണോ നമ്മുടെ ദൈവം? ആണിനെയും പെണ്ണിനെയും ദൈവം സൃഷ്ടിച്ചത് വെറുതെ ഇതെല്ലാം തൂക്കിയിട്ടുകൊണ്ട് നടക്കാനല്ല എന്ന് ഇവന്മാർക്ക് എന്ന് മനസ്സിലാകും. അതുപോലെ എത്രയെത്ര വയലുകൾ നികത്തി മരങ്ങൾ വെട്ടിമുറിച്ചാണ് പള്ളികൾ പണിതു കൂട്ടുന്നത്. ഇത് കാണുക. കോട്ടയം ദേവലോകം സഭാ ആസ്ഥാനത്തിൽ നിന്ന് 300 മീറ്റർ മാത്രം അകലെ കോടൂറാറിന് സമീപം ഏക്കർ കണക്കിന് പുഞ്ചപ്പാടം മണ്ണിട്ട് നികത്തി ഉണ്ടാക്കിയ മാർ ബസേലിയോസ് പബ്ലിക് സ്കൂളാണിത്. ഇതുപോലെ 100 കണക്കിന് ലിസ്റ്റ് ഞാൻ തരാം. അതുപോലെ പെരുന്നാട്ടിൽ 100 കണക്കിന് വനഭൂമിയാണ് കയ്യേറി സഭ വെച്ചിരിക്കുന്നത്. അവിടെ നിന്നും അടുത്ത കാലത്ത് കോടികളുടെ മരം വെട്ടിയത് ഞങ്ങൾ വാർത്തയായി നൽകിയിരുന്നു. അത് റിപ്പോർട്ട് ചെയ്യാൻ പോയ എന്നെ കാറടക്കമെടുത്ത് കൊക്കയിലെറിയുവാൻ ശ്രമിച്ചു ഇവർ. ഇത്തരം തരവഴികൾ കാണിച്ചിട്ട് നോമ്പുകാലത്ത് നമുക്ക് ഹരിത നോമ്പ് നോക്കാം എന്ന്. അതുപോലെ തിരുവനന്തപുരത്ത് ജനറൽ ഹോസ്പിറ്റൽ റോഡിൽ ബാബാ പറമ്പ് എന്ന പേരിൽ ഉണ്ടായിരുന്ന പറമ്പിലെ മരങ്ങളെല്ലാം വെട്ടിവിറ്റു. അവിടെ സഭയുടെ ആസ്ഥാന മന്ദിരം പണിയുവാൻ പോകുന്നത് ഇടവക്കാരെ വഞ്ചിച്ചു എന്ന പരാതിയിന്മേൽ കോടതി തടയുകയുണ്ടായി. ആ മരങ്ങൾ എന്തിനാണ് മെത്രാന്മാരെ വിട്ടുവിറ്റത്? യാക്കോബായക്കാരുടെ പിടിച്ചുപറിച്ച പള്ളികളുടെ മുറ്റത്ത് നിന്ന മരങ്ങളെല്ലാം വിട്ടുവിറ്റു. പള്ളി പിടിച്ചു പറിക്കുവാൻ, അടിപിടി ഉണ്ടാക്കുവാൻ നോമ്പിലും യാതൊരു മടിയുമില്ല, ജാള്യതയുമില്ല. തേൻകണിക്കാരൻ റംബൂട്ടാൻ ഷൈജു, പീഡനവീരൻ വർഗീസ് മാർക്കോസ് ആര്യാട്ട്, കുമ്പസാര പീഡനവീരന്മാർ ഇവന്മാരെയൊക്കെ ഈ നോമ്പുകാലത്ത് തിരികെ എടുക്കുവാൻ പോവുകയാണ്. നിന്റെയൊക്കെ ഈ അളിഞ്ഞ കൂതാശകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഗോവിന്ദചാമ്പിയെ ഒരു വിഷപ്പായി വാഴിച്ചുകൂടെ എന്ന് ഞങ്ങൾ വിശ്വാസികൾ ചോദിച്ചാൽ നിന്റെയൊക്കെ അണ്ണാക്കിൽ പിരിവിട്ടില്ലേ എന്ന് മാത്രം വിനയത്തോടെ ചോദിക്കട്ടെ. ചോദിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട്. പക്ഷേ സമയമില്ല. ഈ നോമ്പുകാലത്തെങ്കിലും നീയൊക്കെ ഈ നാറിയ പണികൾ നിർത്തി അടങ്ങി ഒതുങ്ങി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച് പള്ളിയിലിരിക്കുക. അത് മതി. കവണാറ്റിൻകരയിലെ ഹരിത നോമ്പ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.